ഹായ് ഫ്രണ്ട്സ്, സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഫ്രീ ആയി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അവിടെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് വെറുതെ ഇരുന്നത് കൊണ്ട് കാര്യമില്ല. പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയുള്ള മെമ്പേഴ്സുമായി പരസ്പരം സംസാരിച്ച് പഠിക്കാം. ഏതൊരു ഭാഷയായാലും നമ്മൾ എത്രത്തോളം സംസാരിക്കുന്നു അത്രത്തോളം നമുക്ക് ആ ഭാഷ പ്രാക്ടിക്കലായി യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഐ എഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ സമ്മതിക്കുന്നു, ഞാൻ സമ്മതിക്കുന്നു. ഐ എഗ്രി, ഐ എഗ്രി, ഞാൻ സമ്മതിക്കുന്നു. ഞാൻ വിസമ്മതിക്കുന്നു എന്നാവുമ്പോൾ അപ്പോൾ എങ്ങനെയാണ് പറയുക? ഐ ഡിസ്എഗ്രി, ഐ ഡിസ്എഗ്രി, ഞാൻ വിസമ്മതിക്കുന്നു, ഞാൻ വിസമ്മതിക്കുന്നു. ഐ ഡിസ്എഗ്രി. എനിക്കൊരു ധാരണയുമില്ല. അതെങ്ങനെയാണ് പറയുക? ഐ ഹാവ് നോ ഐഡിയ, ഐ ഹാവ് നോ ഐഡിയ. എനിക്കൊരു ധാരണയുമില്ല. ഐ ഹാവ് നോ ഐഡിയ. എനിക്കൊരു ധാരണയുമില്ല. ഞാൻ കണ്ടു. അതെങ്ങനെയാണ് പറയുക? ഐ സോ, ഞാൻ കണ്ടു. ഐ സോ പാസ്റ്റ് ടെൻസ് ആണ് കേട്ടോ. ഞാൻ കണ്ടോ. ഡിഡ് ഐ സി, ഡിഡ് ഐ സി, ഞാൻ കണ്ടോ. നീ എന്താ വൈകിയത്? അതെങ്ങനെയാണ് ചോദിക്കുക? വൈ ആർ യു ലൈറ്റ്? നീ എന്താ വൈകിയത്? വൈ ആർ യു ലൈറ്റ്? നീ എന്തിനാ വന്നത്? അതെങ്ങനെയാണ് ചോദിക്കുക? വൈ ഡിഡ് യു കം? വൈ ഡിഡ് യു കം? നീ എന്തിനാ വന്നത്? വൈ ഡിഡ് യു കം? നീ എന്തിനാ വന്നത്? അനുഭവം എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പീരിയൻസ്, എക്സ്പീരിയൻസ്, അനുഭവം, എക്സ്പീരിയൻസ്, അനുഭവം. വിശകലനം എന്ന് പറഞ്ഞാൽ എന്താണ്? അനാലിസിസ്, അനാലിസിസ്, വിശകലനം. സഹകരണം, അതെങ്ങനെയാണ് പറയുക? കോപ്പറേഷൻ, കോപ്പറേഷൻ, സഹകരണം, കോപ്പറേഷൻ, സഹകരണം. അപ്പോൾ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിസന്ധി, ക്രൈസിസ്, പ്രതിസന്ധി, പ്രതിസന്ധി, ക്രൈസിസ്. ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്. അതെങ്ങനെയാണ് പറയുക? ലോങ് ടൈം നോ സി, ലോങ് ടൈം നോ സി, ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്. എനിക്കത് ശീലമില്ല. അതെങ്ങനെയാണ് പറയുക? ഐ ആം നോട്ട് യൂസ്ഡ് ടു ഇറ്റ്. എനിക്കത് ശീലമില്ല. ഐ ആം നോട്ട് യൂസ്ഡ് ടു ഇറ്റ്. എനിക്കത് ശീലമില്ല. ഐ ആം നോട്ട് യൂസ്ഡ് ടു ഇറ്റ്. നിന്റെ ഇഷ്ടം പോലെ. അതെങ്ങനെ പറയാ? ആസ് യു ലൈക്ക്, ആസ് യു ലൈക്ക്, നിന്റെ ഇഷ്ടം പോലെ. ആസ് യു ലൈക്ക്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. അതെങ്ങനെയാണ് പറയാ? ഐ ഹാവ് ബീൻ ദർ, ഐ ഹാവ് ബീൻ ദർ, ഞാൻ അവിടെ പോയിട്ടുണ്ട്. നിലവാരം എന്നുള്ളതിന് എന്താണ് പറയുക? ക്വാളിറ്റി, നിലവാരം, ക്വാളിറ്റി, നിലവാരം. പുരോഗമനം എന്നാണെങ്കിലോ അപ്പോൾ എന്താ പറയുക? പ്രോഗ്രസ്, പ്രോഗ്രസ്, നിലവാരം, പ്രോഗ്രസ്, നിലവാരം. അപ്പോൾ മാതൃക എന്നുള്ളതിന് എന്താണ് പറയുക? മോഡൽ, മാതൃക, മോഡൽ, മാതൃക, മോഡൽ. ബോധവൽക്കരണം, അതിനെന്താണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? അവയർനെസ്, ബോധവൽക്കരണം, അവയർനെസ്, ബോധവൽക്കരണം. നീ മരുന്ന് കഴിച്ചോ? അതെങ്ങനെയാണ് പറയുക? ഡിഡ് യു ടേക്ക് ദ മെഡിസിൻ? നീ മരുന്ന് കഴിച്ചോ? ഡിഡ് യു ടേക്ക് ദ മെഡിസിൻ? നിനക്ക് ഏത് മരുന്നാണ് വേണ്ടത്? നിനക്ക് ഏത് മരുന്നാണ് വേണ്ടത്? അതെങ്ങനെയാണ് നമ്മൾ പറയുക? വാട്ട് മെഡിസിൻ ഡു യു നീഡ്? വാട്ട് മെഡിസിൻ ഡു യു നീഡ്? നിനക്ക് ഏത് മരുന്നാണ് വേണ്ടത്? വാട്ട് മെഡിസിൻ ഡു യു നീഡ്? ഇതുപോലെ നിങ്ങൾക്ക് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീ ആയി നടത്തുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യാനും മറക്കില്ലല്ലോ. ഇതുപോലെ നിങ്ങൾക്കും നമ്മുടെ കൂടെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളെ ആഡ് ചെയ്യാം. ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോയുമായി നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാത്രി 7 മണിക്ക് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.